Loans set to get cheaper as RBI cuts repo rate by 25 bps. സാധാരണഗതിയിൽ പേപ്പറിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് ഈ പറയുന്ന റിപ്പോ റേറ്റ് കുറച്ചത് കൊണ്ട് നമുക്ക് ലോൺ കുറച്ചുകൂടി ലാഭകരമായിരിക്കും എന്നുള്ള കാര്യം. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മിഡിൽ ക്ലാസ് പേഴ്സണാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാറ്റേൺ ആണ് ഈ പറയുന്ന ഒരു ലോൺ എടുക്കുക എന്നുള്ളത്. അതിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറക്കുന്ന ഈ പറയുന്ന റിപ്പോ റേറ്റുകൾ എന്ന് പറയുന്നത്. ഒരു ബാങ്കിങ് ഇൻ്റർവ്യൂവിന് ഫോക്കസ് ചെയ്യുന്ന നമ്മളോട് എന്തായിരിക്കും ബാങ്കിങ് ഇൻ്റർവ്യൂവേഴ്സ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം? ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് എത്രയാണ്, അല്ലെങ്കിൽ എന്താണ് ഈ റിപ്പോ റേറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ കുടുങ്ങാറാണ് പതിവ്. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബാങ്കിങ് ഇൻ്റർവ്യൂസിൽ ചോദിക്കുന്ന ബാങ്കിങ് ടേംസുകളെ കുറിച്ചാണ്. എന്താണ് ഈ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്? അതായത് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപർച്ചേസ് എഗ്രിമെന്റ് എന്ന് പറയുന്നതിൻ്റെ അബ്രിവേഷനാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ കയ്യിൽ കാശില്ല എന്ന് വിചാരിക്കുക, നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ കയ്യിൽ കാശില്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കാറാണ് പതിവ് ആണല്ലോ. ഒരു വാഹനം മേടിക്കാൻ അല്ലെങ്കിൽ വീട് മേടിക്കാൻ ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ ബാങ്കിൻ്റെ കയ്യിൽ കാശില്ലെങ്കിൽ ബാങ്ക് എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മളുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് വിചാരിക്കുക. അതായത് SBI അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് പോലുള്ള ബാങ്കുകളുടെ കയ്യിൽ കാശില്ല എന്ന് വിചാരിക്കുക. അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ബാങ്ക് സെൻട്രൽ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് അവർ പൈസ എടുക്കും. വെറുതെ ആരും പൈസ ചുമ്മാ നൽകില്ല ആണല്ലോ. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ പറയുന്ന ബാങ്കിൽ നിന്ന് വാങ്ങിക്കുന്ന പലിശ റേറ്റ് ആണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ആ റിപ്പോ റേറ്റ് എത്രയാണ് നിലവിലെ സാഹചര്യത്തിൽ എന്ന് നമ്മളോട് ചോദിക്കും. അതായത് റിപ്പോ റേറ്റ് ഇപ്പോൾ എത്രയാണ് എന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും റിപ്പോ റേറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോ റേറ്റ് കുറയും തോറും ബാങ്കുകൾ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പൈസയും കുറയും എന്നുള്ളതാണ് പ്രത്യേകത. കാരണം ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 5.25% ആണ്. 5.25% ആണ് ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ്ട് നമ്മുടെ ബാങ്കുകൾക്ക് നമ്മൾക്ക് തരാൻ പോകുന്ന പൈസയിൽ നിന്നും അവർ പലിശ കുറയും. അത് നമുക്ക് വളരെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ RBI ബാങ്കിനോട് വാങ്ങിക്കുന്ന പൈസേനെയാണ് നമ്മൾ റിപ്പോ റേറ്റ് എന്ന് പറയുന്ന പാറ്റേൺ വരുന്നത്. ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതെന്താ സംഭവം? അതായത് നമ്മുടെ കയ്യിൽ എക്സസ് കാശ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും ആണല്ലോ. ബാങ്കിൽ കൊണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ബാങ്ക് നമുക്കൊരു പലിശ തരും. ഇനി ബാങ്കുകാരുടെ കയ്യിൽ കൂടുതൽ എക്സസ് എമൗണ്ട് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അത് അവർ RBIക്ക് കൊടുക്കും ആണല്ലോ. RBIയിൽ കൊണ്ട് അവർ കൊടുക്കും. ആ സമയത്ത് RBI അവർക്ക് നൽകുന്ന പൈസയെ അല്ലെങ്കിൽ RBI അവർക്ക് നൽകുന്ന പെർസെൻറ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്ന പാറ്റേണിൽ. റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35% ആണ് ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ എക്സാമിനേഷന് സ്ഥിരമായി നമ്മളോട് ചോദിക്കുന്ന ബാങ്കിങ് ടേംസ് ആണ്. അതായത് ഇൻഫ്ലേഷൻ എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ CSS റേറ്റ് എന്താണ്, KYC എന്താണ് എന്നൊക്കെ നമ്മളോട് ചോദിക്കും. വെൽ, സോ ഡോണ്ട് ബി സാഡ്. ഈ ഫ്രൈഡേ ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർവ്യൂ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ബാങ്കിങ് ടൈംസ് ആണ്. അതായത് ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർവ്യൂ സെഷൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ പോകുന്ന ബാങ്കിങ് ടൈംസ്, അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് എന്താണ് എന്നുള്ള കാര്യം. അതായത് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ആ സ്ഥലം, അത് ഏത് പാറ്റേൺ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലും അതെന്താണ്, ഞാൻ പോകാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ ജോലി മേടിക്കാൻ പോകുന്ന സ്ഥാപനത്തെക്കുറിച്ചുള്ള ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. ഇൻ്റർവ്യൂ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഫെഡറൽ ബാങ്ക് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് നിങ്ങൾക്ക് അറിയാവോ, അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ആദ്യത്തെ പേര് എന്താണ്, അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഇപ്പോഴത്തെ CEO ആരാണ് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് അതിനർത്ഥം നിങ്ങൾക്ക് ആ ജോലിയോട് ഒട്ടും താല്പര്യമില്ല എന്നുള്ള കാര്യമാണ് കാണിക്കുന്നത്. സോ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഫ്രൈഡേ നിങ്ങൾക്ക് 8 മണിക്ക് സെഷൻ വരാൻ പോകുന്നത്. അതായത് ബാങ്കിങ് ടൈംസും ഫെഡറൽ ബാങ്കിനെ കുറിച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. സോ സെഷൻ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈകിട്ട് 8 മണിക്ക് ഈ ഫ്രൈഡേ ഒരു സെഷൻ ഉണ്ടായിരിക്കും. പ്രധാനപ്പെട്ട ബാങ്കിങ് ടേംസിൽ നമ്മൾ റിപ്പോ റേറ്റ് എന്താണ്, അല്ലെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്, KYC എന്താണ്, സ്ഥിരമായി ഫെഡറൽ ബാങ്ക് ചോദിക്കുന്ന ബാങ്കിങ് ടെക്നിക്കൽ ടേംസുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യവും, ഇനി ബാങ്കിൻ്റെ ഔട്ട് റേഞ്ച് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും നമ്മൾ CEO നോക്കണം, MD നോക്കണം, ആദ്യത്തെ ആരായിരുന്നു
ഇതിൻ്റെ ഈ പറയുന്ന ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്കിൻ്റെ ഫൗണ്ടേഴ്സ് ആരാണ് എന്നുള്ളത്. ഫൗണ്ടേഴ്സ് ഒക്കെ ഹോംസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഫൗണ്ടേഴ്സ്. തിരുവല്ലയിലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ വരുന്നത് ആലുവയിലാണ്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. നമ്മുടെ വീടിൻ്റെ അടുത്താണ് നമുക്ക് ജോലി കിട്ടാൻ വന്നത്. സോ ഹോം യു കൻ ഈസിലി കണക്ട് ദാറ്റ്, ഹോം ഇസ് യു കൻ ഈസിലി കണക്ട് ദാറ്റ്. സോ ദിസ് ഈസ് ദ പാറ്റേൺ. ഇപ്പോഴത്തെ CEO ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് KVS മണിയൻ. എങ്ങനെ ഓർക്കാൻ പറ്റും? നമ്മൾ മണിയുമായി ബന്ധപ്പെട്ട പാറ്റേൺ ആണ് ബാങ്കിങ്ങിൽ കാണുന്നത്. സോ മണിയൻ, KVS മണിയൻ ആണ് ഇപ്പോഴത്തെ CEO. സോ സ്റ്റേ കണക്ട്. Well, so we can see on this Friday. That's all. Thank you.